ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ബോർഡിൽ കാണുന്നത് പോലെ കൽപ്പാത്തി എന്ന പൈതൃക ഗ്രാമത്തിലാണ് ഞാനുള്ളത് കേട്ടോ. പാലക്കാടിൻ്റെ നഗരമധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പൈതൃക ഗ്രാമമാണ് കൽപ്പാത്തി. തഞ്ചാവൂരിൽ നിന്ന് വന്ന തമിഴ് ബ്രാഹ്മിൻസ് ആണ് ഇവിടെ കൂടുതലും. അവരുടെ അഗ്രഹാരങ്ങൾ കൽപ്പാത്തി എന്ന ഈ കൊച്ചു ഗ്രാമത്തെ അതിമനോഹരമാക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ പ്രധാന ക്ഷേത്രമായ കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ ക്ഷേത്രമാണ്. ഏകദേശം 700 വർഷം മുമ്പ് അന്നത്തെ പാലക്കാട് രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രം പണിതത് ഗംഗാ നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ രൂപത്തിലാണത്രേ. അതുകൊണ്ട് ഈ സ്ഥലത്തെ കാശിയിൽ പാതി കൽപ്പാത്തി എന്നുകൂടി അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ നിത്യപൂജകൾ ചെയ്യുവാനാണ് അന്നത്തെ പാലക്കാട് രാജാവ് തഞ്ചാവൂരിൽ നിന്ന് തമിഴ് ബ്രാഹ്മിൻസിനെ ക്ഷണിച്ചു വരുത്തിയത്. അങ്ങനെ ഇവിടെ അഗ്രഹാരങ്ങൾ രൂപപ്പെട്ടു. അതുകൊണ്ട് തന്നെ തമിഴ് സംസ്കാരത്തിന്റെ അതുല്യമായ ഭക്തി ആചാരങ്ങളാണ് കൽപ്പാത്തിയിലെ രഥോത്സവത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൽപ്പാത്തി രഥോത്സവം വളരെ പ്രശസ്തമാണ്. ഇതൊരു മത ആഘോഷത്തിനപ്പുറം കേരളത്തിന്റെയും തമിഴ് സംസ്കാരത്തിന്റെയും ഐക്യത്തിന്റെ കൂടി പ്രതീകമാണ്. നമ്മൾ ചെന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. ക്ഷേത്രത്തിലേക്ക് വീഡിയോഗ്രാഫി അനുവദനീയമായിരുന്നില്ല. അതിനാൽ പരിസരങ്ങളിലെ കുറച്ച് വീഡിയോസ് മാത്രം എടുത്ത് ഞങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി. ഈ ക്ഷേത്ര കൽപ്പടവുകൾ ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൽപ്പാത്തി പുഴയാണ് കേട്ടോ. ഇതാണ് കൽപ്പാത്തിപ്പുഴ. ഇതൊഴുകി ഭാരതപ്പുഴയോട് ചേരും. ഇവിടെ കർക്കിടകം തുലാമാസത്തിൽ പിതൃക്കൾക്ക് വേണ്ടി ബലിപൂജ നടത്താറുണ്ട്. പുഴയിൽ അസ്ഥി നിമജ്ജനം ചെയ്യാൻ പാടില്ല എന്ന് ഒരു ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. വളരെ ശാന്തമായ നിശബ്ദമായ അന്തരീക്ഷമാണ് ഇവിടെ. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു കൽപ്പാത്തി പുഴയുടെ ഭംഗി ആസ്വദിച്ച്. അങ്ങനെ കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ കുറച്ചു ദൂരം നടന്നു. ഈ കാഴ്ച എനിക്ക് അതിമനോഹരമായിട്ട് തോന്നി കേട്ടോ. പശുക്കളെ ഇങ്ങനെ കെട്ടിയിടാതെ ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണ്. അവ അഗ്രഹാരങ്ങളുടെ പരിസര പ്രദേശത്തു കൂടി ഇങ്ങനെ ഉല്ലസിച്ച് നടക്കും. എന്ത് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ജീവിതം അല്ലേ. ചില അഗ്രഹാരങ്ങളുടെ പരിസരത്ത് കഞ്ഞിവെള്ളം പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അതിങ്ങനെ ഉല്ലസിച്ച് മടുത്തു വരുന്ന പശുക്കൾക്ക് കുടിക്കാനാണെന്ന് തോന്നുന്നു. അവ ഇങ്ങനെ കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കൽപ്പാത്തിയിലെ ഫേമസ് ആയ ഫിൽറ്റർ കോഫി കുടിക്കുന്ന രംഗമാണ്. ഒരു കോഫിക്ക് 20 രൂപയാണ് വില. ചെറിയ കയ്പോട് കൂടിയ ടേസ്റ്റാണ് ഫിൽറ്റർ കോഫിക്കുള്ളത്. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൽപ്പാത്തിയിലെ കുഞ്ഞു വിശേഷങ്ങൾ. ഒരിക്കലെങ്കിലും എല്ലാവരും കൽപ്പാത്തി ഒന്ന് സന്ദർശിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.